ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ 15 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു പാക്കാണ്. നമ്മുടെ മുടി കൊഴിച്ചിലായാലും നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ്മേരിയാണ്. അപ്പോൾ റോസ്മേരി നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഏത് കളറുള്ള ചെമ്പരത്തിപ്പൂവാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ എത്രത്തോളം കിട്ടുമോ നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് അത്രയ്ക്കും നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിന് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേന് തന്നെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലായാലും അതേപോലെ തന്നെ റോസ്മേരിയുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടാവും. ഫ്ലാക്സ് സീഡ് ആയാലും നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടൊരു ഷൈനിങ്ങും അതേപോലെ സോഫ്റ്റ്നെസ് ഒക്കെ തരാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ്. ഇനി ചെമ്പരത്തി പൂവായാലും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഇതൊരു ജെല്ല് പരുവത്തിലേക്ക് ഒന്നായിക്കഴിഞ്ഞ് നമ്മളൊന്ന് സ്റ്റൗ ഓഫ് ആക്കുക. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ വെക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. കറക്റ്റ് നല്ലൊരു ജെൽ ഫോമിൽ വരും. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലും അതേപോലെ തന്നെ മുടിയിലും തേക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇതിലേക്ക് നിങ്ങൾ വേറെ ഓയിൽ ഒന്നും ചേർക്കണമെന്നില്ല. ഇനി നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം 1-2 ഡ്രോപ്പ് നമ്മുടെ മുടിയിൽ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മേലെ കാണുന്ന ഒരു മഞ്ഞ കളറ് ചെമ്പരത്തിയുടെ ആ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ഒരു പാക്കിലേക്ക് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയാം. അതിനുശേഷം ഇതേപോലെ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. നമുക്കറിയാം റോസ്മേരി എത്രത്തോളം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നുണ്ടെന്ന്. ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഒരു പാക്കും നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ മുടി പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മുടിയുടെ അറ്റത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പാക്കൊക്കെ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇത് മുടിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ അത്. ഒട്ടും തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഫ്രിസി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യത്തിന് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മുടി വളർച്ച കൂട്ടുന്ന ഒരു പാക്കാണിത്. ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ കമൻറ്റ് ഇതിൻ്റെ താഴെയായിട്ടൊന്നിടുക.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ മുടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നോക്കുക.